അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു ഉപജീവന മാർഗത്തിനൊരു രാജ്യത്തേക്ക് വരികയും ആ രാജ്യത്ത് നമുക്ക് ആരാധനകൾ നിർവഹിക്കാനും നമ്മുടെ ഇഷ്ടത്തിൽ സമ്പാദിക്കാനുമൊക്കെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു അവനെ ഏറ്റവും നല്ല നന്ദിയുള്ള അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആരോഗ്യത്തിൽ അള്ളാഹു എല്ലാവിധ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. ഈ ഉപജീവനങ്ങൾ നേടിയെടുക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലിരുന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ കേൾക്കാനും വായിക്കാനും നാം കാണിക്കുന്ന ഈ സന്നദ്ധത, അല്ലെങ്കിൽ നാം കാണിക്കുന്ന ഈ ഒരു ഇഷ്ടം, ഈ ഒരു ആഗ്രഹം മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരുപാട് ആളുകൾ അശ്രദ്ധയിലാകുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മറ്റു തിരക്കുകളിലേക്ക് ചേക്കേറുന്ന സന്ദർഭങ്ങളിലും നമസ്കാരം കഴിഞ്ഞ് അല്പസമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാം കേൾക്കുക, അത് വായിക്കുക, അതല്ലെങ്കിൽ അതിനെ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ദുനിയാവിൽ എന്തും വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ്. ഖുർആൻ പഠനത്തോളം ഐശ്വര്യമുള്ള ഒരു സൽപ്രവൃത്തി ഒരു പക്ഷേ വേറെ ഉണ്ടാവില്ല. ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം, ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന സമാധാനം, ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന സുരക്ഷിതത്വം, ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ, ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകുന്ന ആദരവുകൾ, പദവികൾ വളരെ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അള്ളാഹു ആ അനുഗ്രഹ പൂർണ്ണരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും നല്ല നിയ്യത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എന്നുള്ള നിയ്യത്തിൽ, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന നിയ്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇശാ നമസ്കാരാനന്തരം ഈ പള്ളിയിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ അനുമതിയോടുകൂടി നമ്മൾ നടത്തിപ്പോരുന്ന ക്ലാസ്സാണ്. ഇതൊരു വലിയൊരു അനുഗ്രഹമായി കാണുക, ആ അനുഗ്രഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ സമോന്നതനായ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഹഫിളഹുല്ല, അദ്ദേഹം വെക്കേഷനിൽ ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്, നമുക്കറിയാം. ഇന്ന് വന്ന വാർത്താക്കുറിപ്പ് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലണ്ടനിൽ അദ്ദേഹം ഇങ്ങനെ കുടുംബവുമായി ചിലവഴിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് എഴുതിയൊരു വരി ഉണ്ടായിരുന്നു, ഭയങ്കര രസമാണ്, അത് ഹൃദയസ്പർശിയാണ്. അദ്ദേഹം പറയാം, അല്ലമത്തിനി അൽ ഹയാത്ത്. അദ്ദേഹത്തിൻ്റെ വളരെ വിശിഷ്ടമായ പുസ്തകം നമുക്കറിയാം, അല്ലമത്തിനി അൽ ഹയാത്ത് എന്ന് പറഞ്ഞ പുസ്തകം ലോകപ്രസിദ്ധമാണ്. ഇന്ന് അതിലൊരു വരികൾ എന്നോണം അദ്ദേഹം കുറിച്ചു വെച്ച വാക്കാണ്. ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നു, അല്ലമത്തിനി ഹയാത്തി, എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു, അന്ന അഫ്ളല ഇസ്തിസ്മാർ ഫിൽ ഇജാസാത്ത്, അവധി ദിവസങ്ങളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ നാട് കാണുക, കുറേ നാട്ടിൽ പല രാജ്യങ്ങളും സന്ദർശിക്കുക എന്നുള്ളതല്ല. ഏറ്റവും വലിയ ഇസ്തിസ്മാർ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പമുള്ള നമ്മൾ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണെന്ന് അദ്ദേഹം പറയും. എന്നിട്ട് വേറെ കുട്ടികളെയും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാണ്. ഞാൻ പറഞ്ഞു തന്നത്, ഓരോരുത്തരെയും ജീവിതം പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. ഈ ഭരണാധികാരി ഒരു വലിയ അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള സമയം ഏറ്റവും വലുതാണ്. ഞാൻ ആലോചിച്ച് നോക്കി, അള്ളാഹുവിനോടൊപ്പമുള്ള സമയമോ അതിലേറെ വിശിഷ്ടമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അള്ളാഹുവിൻ്റെ കലാമാണ് കയ്യിൽ. കുറച്ച് സമയം നമ്മൾ അള്ളാഹുവിൻ്റെ സംസാരവുമായി നമ്മുടെ സമയത്തെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. നിലനിൽപ്പുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, തകർച്ചയില്ലാത്ത, നഷ്ടമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ആഴ്ചകളിലെങ്കിലും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ആയുസ്സിൽ അതിനുള്ള എല്ലാവിധ സൗകര്യവും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ഫാത്തിറാണ് ഈ പള്ളിയിൽ വിശദീകരിച്ച് പോന്നിട്ടുള്ളത്. അല്ലെ, അവിടുന്ന് അതിന് മുന്നുള്ള സൂറത്തുകളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അവസാനം എത്തിയത് സൂറത്തുൽ ഫാത്തിറാണ്. സൂറത്ത് ഫാത്തിറിൻ്റെ 37 ആയത്തുകൾ വരെ ഈ പള്ളിയിൽ വെച്ച് വിശദീകരിക്കപ്പെട്ടു. ഒരു ദിവസം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം 3 or 4 ആയത്തുകളൊക്കെയാണ് എടുക്കുക.
ഇനി അതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ല വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യേണ്ട, സങ്കടപ്പെടും വേണ്ട. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ് ചർച്ച ചെയ്യുന്നൊരു സദസ്സിലിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഓരോ തഫ്സീറുകളും ഓരോ പണ്ഡിതന്മാർ കൊല്ലങ്ങളെടുത്തിട്ടാണ് പൂർത്തിയാക്കിയത്. ലോകത്തറിയപ്പെട്ട മഹാ തഫ്സീറുകൾ, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ഇബ്നു കസീർ, ലോകത്തറിയപ്പെട്ട തഫ്സീറുകളുണ്ട്, വിശദീകരണ കൃതികൾ. വർഷങ്ങളാണ്, 10, 15, 20 വർഷം എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു തഫ്സീർ പൂർത്തീകരിക്കുന്നത്. അതിനിടയിൽ കുറേ തിരക്കുകൾ ഉണ്ടാകും, അത് നടന്നു പോകാത്ത നിമിഷങ്ങളുണ്ടാകും. ഈ തഫ്സീറുകൾ മുഴുവൻ വായിച്ചു തീർക്കുന്ന ആളുകളോ വളരെ വിരളമാണ്. ഇവർ കൊല്ലങ്ങളെടുത്ത് എഴുതി വെച്ച തഫ്സീറിനെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് വായിച്ച് തീർത്തിട്ടുണ്ടാവുക. പക്ഷേ ആ പൂർണ്ണമായ വായനയിലും ഇടവേളകളുണ്ടാകും, അല്ലെ, പലതും നഷ്ടപ്പെടലുകൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒന്നും ഒറ്റയടിക്ക് എല്ലാം ആർജിച്ചെടുക്കാനുള്ള കഴിവും വിവരവും ബുദ്ധിയും നമുക്കില്ല. നമ്മൾ ദുർബലരാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. അള്ളാഹ് പറയുന്നു, മനുഷ്യനെ ഞാൻ ക്ലേശത്തിലാണ്, പ്രയാസത്തിലാണ് സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ കുറേ പ്രയാസങ്ങളുണ്ട് ഭൗതികമായ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ റഹ്മത്ത് അവൻ ഉദ്ദേശിക്കുന്ന ചില അടിയാറുകൾക്ക് നൽകും. അതാണ് മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അവഗാഹം നൽകും അവൻ ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്നാണ്. ആ അവഗാഹം ഖുർആനിലൂടെയാണ്. അത് ഏതെങ്കിലും ഒരു നിമിഷം, അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാനില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്നും ഞാനില്ലായിരുന്നല്ലോ എന്ന സങ്കടം വേണ്ട. ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. മുമ്പ് ഏതായാലും നമുക്ക് പല തിരക്കുകളുണ്ടാകാം, പക്ഷെ ഇപ്പോൾ തിരക്കുകളില്ലെങ്കിൽ ആ തിരക്കില്ലാത്ത സമയങ്ങളെ വിശുദ്ധ ഖുർആൻ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്നൊരുപാട് സൗകര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും, പല സംവിധാനങ്ങളുണ്ട് ഖുർആൻ പഠിക്കാൻ, അതെല്ലാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിതാക്കൾ ഖാസത്തുഹു, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ്, അള്ളാഹുവിൻ്റെ പേഴ്സണൽ ആളുകളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ആ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ ഖുർആൻ പഠനത്തിൽ റഹ്മത്ത് അള്ളാഹു ചൊരിയുമെന്നും പറഞ്ഞു. അള്ളാഹു ആ റഹ്മത്ത് കിട്ടുന്ന സൗഭാഗ്യത്തിലും ഉൾപ്പെടുത്തട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ പഠനം തുടരാം. 38-ാമത്തെ ആയത്ത്, സൂറത്ത് ഫാത്തിർ, പേജ് നമ്പർ 438. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ് إنه عليم بذات الصدور هو الذي جعلكم خلائف في الأرض فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا قل أرأيتم شركاءكم الذين تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات أم آتيناهم كتابا فهم على بينة منه بل إن يعد الظالمون بعضهم بعضا إلا غرورا. ഈ ആയത്തുകളിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും, അല്ലേ, അതിൻ്റേതായ നേട്ടവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. 3 ആയത്തുകളാണ് ഇന്നിപ്പോൾ നമ്മളെടുത്ത് ഓതിയത്. 38, 39, 40 ആയത്ത്. വളരെ ശക്തമായ അള്ളാഹുവിൻ്റെ സംസാരം. സൂറത്തുൽ ഫാത്തിറിൽ തന്നെ ഒരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞ സംസാരം പോലെയാണ് ഈ 38-ാമത്തെ ആയത്ത് തോന്നിയത്. 38-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അത് അതിലെ പദങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. ആലിം നമുക്കറിയുന്ന പദമാണ്, പണ്ഡിതൻ എന്നുള്ളതിന് പറയും, അറിവുള്ളവനാണ്. അള്ളാഹുവാണ് ആലിം. അള്ളാഹു ആലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും വന്ന വാക്കാണ് അൽ ആലിം. ആലിമു ഇത് എങ്ങനത്തെ അറിവുള്ളവനാണ്? ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഗൈബിനെ സംബന്ധിച്ച് അദൃശ്യമായ കാര്യങ്ങൾ മനുഷ്യന്മാർക്കാർക്കും, ഇനി അതല്ല അള്ളാൻ്റെ പടപ്പുകൾക്കാർക്കും അറിയാത്തതായ വളരെ നിസ്സാരമായതും എന്നാൽ മഹാസംഭവങ്ങളും അറിയുന്നത് ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഇൽമുൽ ഗൈബിനെ സംബന്ധിച്ചാണ് അള്ളാഹു സംസാരിക്കുന്നത്. എന്നിട്ട് ആയത്ത് നിർത്തിയത് ഇങ്ങനെയാണ്, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. വിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിലും അള്ളാഹു പറഞ്ഞ വാക്കാണിത്. ഇന്നഹു, തീർച്ചയായും അവൻ, അള്ളാഹു, അലീമുൻ. ഇപ്പോൾ ഈ ആലിമും അലീമും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ അലീം?
അങ്ങേയറ്റം അറിയത്. ഫഈൽ വസ്ന് എന്ന് പറഞ്ഞാൽ അലീം, അൽ അലീം, അള്ളാഹുവിൻ്റെ നാമം, അങ്ങേയറ്റം അറിയുന്നവൻ എന്നാണ് അർത്ഥം. അതിനൊരു മുബാലകൻ്റെ സീഗ, സൂപ്പർലേറ്റീവ് എന്നാണ് ശരിക്കും അതിന് ഭാഷാ പണ്ഡിതന്മാരെ അതിന് പറയാം. ഞാൻ അതിനപ്പുറത്തേക്ക് അറിയുന്ന ആൾക്കാർ വേറെ ഇല്ല, അറിയുന്ന ആളുണ്ടാവില്ല. അലീമാർ മാത്രമാണ് അള്ളാഹുമാണ്. എന്തിനെക്കുറിച്ച്? ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി. നമ്മളെ ഏതൊരു മനുഷ്യ, ലോകത്തന്നെ കോടാനുകോടി മനുഷ്യന്മാരുണ്ട് ജീവിച്ചിരിക്കുന്നത്, ഇനി വരാനുള്ളതുകൊണ്ട് കഴിഞ്ഞു പോയതുകൊണ്ട്. ഈ കോടാനുകോടി മനുഷ്യന്മാരുടെ ഹൃദയങ്ങളുടെ അകത്തുള്ള എല്ലാ വിവരങ്ങളെയും, അത് നിസ്സാരമായാലും അവർ ഒളിപ്പിച്ചു വച്ചാലും ഒക്കെ അറിയുന്നത് ആര് മാത്രമാണ്? അള്ളാഹു. അങ്ങനെ ഒരു അള്ളാഹിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു അള്ളാഹുവിൻ്റെ കലാമിനെയാണ് ഞാൻ കാതോർക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവുകളെ, അള്ളാഹുവിൻ്റെ സിഫാറ്റുകളെ ഒന്നെടുത്തിങ്ങനെ വായിച്ചു നോക്കി. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആയത്ത് തന്നെ ഖുർആനിൽ പലയിടങ്ങളിലും വന്നു. അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യമായ ജ്ഞാനം അറിയുന്ന, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനിയാണ് അള്ളാഹ്, അഗാധ ജ്ഞാനിയാണ് അള്ളാഹ്, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹ് എന്ന് പലയിടങ്ങളിൽ അള്ളാഹ് പറഞ്ഞു. സൂറത്തുൽ ഫാത്തിറിൽ ഈ 38-ാമത്തെ ആയത്തായിട്ട് അള്ളാഹു അത് പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം അതിന് മുന്നുള്ള ആയത്തുകളാണ്. ഈ അത് മുന്നുള്ള ആയത്ത് ചിലപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ പറയാം, അള്ളാഹു സ്വർഗ്ഗക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു തന്നു. ഇതിന് മുന്നുള്ള ആയത്തുകളിൽ അള്ളാഹ് പറയുന്നത് സ്വർഗ്ഗക്കാരെ പറ്റിയാണ്. സ്വർഗം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെതാണ്. അവിടെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ സ്വർഗ്ഗക്കാരായ ആളുകൾ പറയും അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ, അല്ലേ, ഞങ്ങളിൽ നിന്ന് ദുഃഖം എടുത്ത് കളഞ്ഞ പടച്ച റബ്ബിന് സർവ്വസ്തുതി. നമ്മൾ കയറുമ്പോൾ പറയില്ല അതാണ്. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. കുറേ ഹുസ്നുകളുണ്ട്, ദുഃഖം, കുറേ മാനസിക പ്രയാസങ്ങളുണ്ട്, ദുനിയാവിൽ കുറേ തളർച്ചകളുണ്ട്. അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് സ്വർഗ്ഗലോകത്തേക്ക് കയറിയപ്പോൾ അവർ പറയാം അൽഹംദുലില്ലാ, സർവ്വസ്തുതിയുമാർക്കാണ്, അള്ളാഹുവിനാണ്. കാരണം ഞങ്ങളിൽ നിന്ന് ഈ ദുഃഖം എടുത്തു കളഞ്ഞത്, നരകമാകുന്ന ഒരു പ്രയാസം മുന്നിൽ ഇങ്ങനെ കണ്ട്, വിചാരണ ഇങ്ങനെ കണ്ടുവരുന്ന ഘട്ടത്തിൽ അതാണ്ട് എടുത്തു ഒഴിവാക്കി കൊടുത്തു അള്ളാഹ്. അപ്പോൾ അവർ ശുക്റും പറഞ്ഞ് ഹംദും പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ കയറിയതാണ്. അങ്ങനെ ദാറുൽ മുഖാം ആ ആയത്തിൽ അള്ളാഹ് അവിടെ പറഞ്ഞു. 35-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഫളിലിനാൽ അവർക്ക് ദാറുൽ മുഖാമ ലഭിച്ചു, അഥവാ സുഖം നിറഞ്ഞ, കാലാകാലം സുഖം നിറഞ്ഞ, സുഖലോലുപതയുടെ കാലങ്ങളുള്ള ഒരു വീട്. അത് അള്ളാഹ് കൊടുത്തു സ്വർഗ്ഗക്കാരെ. എന്നിട്ട് പിന്നെ അതിന് ശേഷം അള്ളാഹ് പറഞ്ഞു നരകക്കാരെ പറ്റിയാണ്. ഏറ്റവും വൃത്തികെട്ട, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ച് കളഞ്ഞ, അള്ളാഹുവിനെ നിഷേധിച്ച് കളഞ്ഞ, അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ ആരാധിച്ചു പോകുന്ന മുശ്രിക്കുകൾ, സത്യനിഷേധികൾ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ നരകത്തിൽ കിടക്കണതിനെ പറ്റി പറഞ്ഞു. ആ നരകത്തിൽ ഒരു ശിക്ഷയിൽ ഒരു തരി അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, ഒരു കുറവ് വരുത്തുന്നില്ല എന്നും പറഞ്ഞു ആ ആയത്തിൽ. റബ്ബ് പറയാ എല്ലാ സത്യനിഷേധികൾക്കും നരകമാകുന്നു, എല്ലാ നന്ദി കെട്ടവന്മാർക്കും നരകമാകുന്നു ശിക്ഷ എന്ന റബ്ബ് സ്വർഗത്തിനെ പറ്റി പറഞ്ഞു, നരകത്തിനെ പറ്റിയും പറഞ്ഞു. എന്നിട്ട് നരകത്തിലൊരു അവസ്ഥ അവിടെ പറഞ്ഞു. അതാണ് 37-ാമത്തെ ആയത്ത്. ഞാൻ ഇത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 38-ാമത്തെ ആയത്തിന് ആ 35, 36, 37 ആയത്തുകളോട് എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധം വളരെ ലളിതമായി പറഞ്ഞുതരാനാണ്. സ്വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞു, നരകക്കാരെ പറ്റി പറഞ്ഞു. നരകത്തിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ പറയാണ്, അതിൻ്റെ കണക്ഷനാണ് 38-ാമത്തെ ആയത്ത്. നരകക്കാർ പറയണത് ഇതാണ്, വഹും യസ്തരിഖൂന ഫീഹ. 37 വഹും യസ്തരിഖൂന ഫീഹ. യസ്തരിഖൂന അല്ല, സറാഹ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അട്ടഹസിക്കാണ്. നരകത്തിൽ കടന്നിട്ട് ആളുകൾ ആർപ്പ് വിളികളായിരിക്കും. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഭയങ്കര ആർപ്പ് വിളികളും അട്ടഹാസങ്ങളും നിറയുന്ന, ഭീകരമായ വേദന നിറയുന്ന ഒരിടം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നരകത്തിൽ നിന്ന് കാവലിനെ തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ഇവിടെ റബ്ബ് പറയാണ് അവർ അട്ടഹസിക്കുന്നു. യസ്തരിഖൂന ഫീഹ. ഫീഹ എന്ന് പറഞ്ഞാൽ ഫിന്നാർ. നരകത്തിൽ അവർ എന്ത് ചെയ്യുന്നു, അട്ടഹസിക്കുന്നു. എന്താ പറയുക, അട്ടഹാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വിളിയാളങ്ങളുണ്ടല്ലോ, ആർപ്പ് വിളികളുണ്ടല്ലോ. ആ വിളികൾ എന്താണ്, റബ്ബനാ, ഞങ്ങളെ റബ്ബേ, അഖ്രിജ്ന, ഞങ്ങളെ ഇവിടുന്ന് പുറത്തൊക്കെ ആക്കി തരണേ. എന്താ അഖ്രിജ്, ഞങ്ങൾ ഇവിടുന്ന് പുറത്തില്ല, എക്സിറ്റ് ആക്കി തരണേ. നമ്മൾ ഖുറൂജ് എഴുതിയേക്കൂല, അഖ്രിജ്ന. ഈ നരകത്തിൽ കിടക്കുന്ന ഏതൊരാളും ആദ്യം തിരയൽ എന്താണെന്നറിയോ, പുറത്തിറക്കാനുള്ള വഴിയാണ് ആദ്യം തരല്ലത്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ മിൻ ഗമ്മിൻ ഉഈദു ഫീഹ ഫദൂഖു അദാബൽ ഹരീഖ്. അല്ലേ, കുല്ലമ അറാദു സൂറത്ത് മുൽക്കിലും പറഞ്ഞു, സൂറത്തുൽ ഹജ്ജിലും അള്ളാഹ് പറയാൻ. അതിൽ കയറുന്ന ആൾക്കാരൊക്കെ ആദ്യം തരയുക പുറത്തേക്ക് കിടക്കാനുള്ള വഴിയാണ്. പക്ഷേ പുറത്ത് കിടക്കാൻ കഴിയില്ല. പുറത്തേക്ക് ശ്രമിക്കുന്തോറും അവർ അതിൻ്റെ കുടിയിലേക്ക്, പടുകുഴിയിലേക്ക് ആഴ്ന്നു വീഴുമെന്നാണ്. ഉഈദു ഫീഹ. അവർ അതിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് പോലെ, അതായത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രയാസങ്ങളെപ്പോലെ, അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവനെ പോലെ അവൻ അതിൽ കൊണ്ടു. ലഹും മിൻ ഫൗഖിഹിം ദുലലുൻ വമിൻ തഹ്തിഹിം ദുലലുൻ. നരകത്തിൻ്റെ ഭീകരതയെ റബ്ബ് പറഞ്ഞു. മുകളിലും തീക്കനലാണ്, അടിയിലും തീക്കനൽ. പിന്നെ ഇതിലൂടെ രക്ഷപ്പെടുക,
മേലെ കൂടെ രക്ഷപ്പെടാൻ കഴിയില്ല, താഴെപടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഗർത്തമാണ് എന്ന് പറഞ്ഞു. ഗർത്തം എന്ന് പറഞ്ഞാൽ അഗാധ ഗർത്തങ്ങളാണ് നരകാഗ്നി, നരകകുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ വീർപ്പിക്കല്ല. അതിന് മുന്നേ അള്ളാഹ് സമാധാനത്തിൻ്റെ സ്വർഗത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആർക്കാണ്? സത്യനിഷേധികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളുമായി മക്കൾക്കാർക്കിടയിൽ ഇങ്ങനെ വന്നപ്പോൾ അവരതിനെ നിഷേധിക്കാൻ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമല്ല എന്ന് പറയാൻ. സൂറത്ത് ഫാത്തിറിൻ്റെ പ്രത്യേകത അതാണ് അല്ലേ? മരണാനന്തര ജീവിതമുണ്ട്, ആ ജീവിതം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നബിനെ പരിഹസിക്കാൻ, മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി വരെ നടക്കൂല എന്ന് പറയുന്ന അവരുടെ പരിഹാസങ്ങൾ, ആ പരിഹാസങ്ങൾക്കിടയിൽ റബ്ബ് പറയാണ്, അതിൽ ആർപ്പ് വിളിക്കുന്ന അവരുടെ ആർപ്പ് വിളി എന്താ? റബ്ബേ ഞങ്ങളൊന്ന് പുറത്തേക്ക് എത്തിച്ചു കൊണ്ടാ. എന്തിനാ പുറത്തേക്ക് എത്തുന്നത്? നഅമൽ സ്വാലിഹൻ. അവർ പറഞ്ഞു നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ ഒന്ന് ഇവിടുന്ന് കഴിച്ചിലാക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? സ്വാലിഹായ അമൽ ചെയ്യാം, ഒരു സൽക്കർമ്മം ചെയ്യുക. അല്ലെ ദുനിയാവിൽ നമ്മൾ ചെയ്യാത്തത് എന്നാണ് പറയാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ദുനിയാവിൽ പ്രവർത്തിക്കാത്ത, ദുനിയാവിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞ് അമ്പിയാക്കൾ വന്നു, അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു. മുൻകഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങളും നബിമാരെയും അള്ളാഹു അവതരിപ്പിച്ചു. പക്ഷെ ആ ഘട്ടത്തിലൊന്നും അവരത് ചെയ്തില്ല. ഇപ്പോൾ നരകത്തിലേക്ക് എത്തിയപ്പോൾ അവർ പറയാം ഞങ്ങളൊന്ന് പുറത്താക്കിക്കൊണ്ടാ, ഞങ്ങൾ എന്ത് ചെയ്യുക? നഅമൽ സ്വാലിഹൻ, സ്വാലിഹായ അമൽ ഞങ്ങൾ ചെയ്യുക, ദുനിയാവ് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് അവരെ അടുത്ത വാക്കാണ്, ആ വാക്കാണ് ഭയങ്കരം. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. റബ്ബ് പറയാ നിങ്ങൾക്ക് ഞാനൊരു ഉംറ തന്നില്ലേ. എന്താ ഉംറ? ആയുസ്. നിങ്ങൾക്ക് കുറേ ആയുസ് തന്നില്ല അല്ലേ? നമ്മളിങ്ങനെ പെരുമ പറയും, എനിക്ക് 40ആയി 50ആയി 60ആയി ജീവിതാനുഭവങ്ങൾ പറയണം. റബ്ബ് പറയാ ഈ ഉംറ തന്നത് എന്തിനാ? നിങ്ങളിലേക്ക് ദിക്റുമായി, ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, വിശുദ്ധ ഖുർആനും അല്ലെ പ്രവാചക ചര്യയുമാണ്, ഇതുമായിട്ട് അമ്പിയാക്കൾ വന്നല്ലോ, നദീർമാർ വന്നല്ലോ, അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യാണ്? മറുപടി പറയാ. എന്നിട്ട് റബ്ബ് പറയാ ഫദൂഖു, നിങ്ങൾ ഇതാസ്വദിക്കൂ. ദൂഖു എന്ന് പറഞ്ഞാൽ ഈ നരകത്തീനെ രുചിച്ചറിയുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമകാരികൾക്കൊരു നസീറുമില്ല, ഒരു സഹായിയുമില്ല. ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താനോ നിങ്ങളെ സഹായിക്കാനോ ഒരാളുമില്ല, ഒരു വാക്ക് പോലും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് റബ്ബ് അവർ പറഞ്ഞു. എന്നിട്ടാണ് അള്ളാഹ് പറയാ തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുള്ള രഹസ്യങ്ങളെയും അറിയുന്നവനാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയോ? ഇവരിഞ്ഞിപ്പോൾ മടങ്ങി വന്നാലും ഇവരത് ചെയ്യൂല എന്നറിയുന്നവനാണ് ആര്? അള്ളാഹ്. ഇപ്പോൾ പറഞ്ഞില്ലേ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാലിഹായ അമൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അവരെ അപ്പോൾ അള്ളാഹ് ക്രൂരനാണോ? അള്ളാഹ് ക്രൂരനോ? ഒരിക്കലല്ല. വലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ അബീദുകളോട് അക്രമം കാണിക്കുന്നവനല്ല. ഒരു അടിമനെ അള്ളാഹ് വെറുതെ ശിക്ഷിക്കൂല. അപ്പോൾ ഇവർ നരകത്തിൽ നിന്ന് പുറത്ത് കടന്ന് ഞങ്ങൾ സ്വാലിഹായ അമൽ ചെയ്യാമെന്ന് വെറുമ്പാക്കാൻ, അത് ആർക്കറിയാം? അള്ളാഹിനെ അറിയാം, അള്ളാഹുവിനെ അറിയാം. കാരണം ദുനിയാവിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ദുനിയാവ് അല്ല, ദുനിയാവിലെ വിഭവങ്ങൾ നമ്മളെ വഞ്ചിച്ച് കളയുന്നതാണ്. ദുനിയാവിൽ പലപ്പോഴും നമ്മളെന്ത് ചെയ്യും? വ്യാപൃതരാകും. അള്ളാഹുവിൻ്റെ കലാമിനെ അവരെന്ത് ചെയ്യും? സത്യനിഷേധികളാണ്. ഒരായുസ് മുഴുവൻ കിട്ടി. ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങൾ ഞാൻ ആലോചിച്ചു. ഫിറൗനി ഹാമാനിയും അതല്ലെങ്കിൽ അല്ലെ ഓരോ അമ്പിയാക്കളെ നിഷേധിച്ച് കളഞ്ഞ കാഫിറുകളെ ഈ ഒരു സാഹചര്യ സന്ദർഭവുമായി തട്ടിച്ചു നോക്കി. നരകത്തിലെത്തിയിട്ട് ഫിറൗൻ പറയാം ഇന്നൊന്ന് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ അമലും സ്വാലിഹ് ചെയ്യുക. പക്ഷെ ഫിറൗൻ്റെ ക്രൂരതയും ഫിറൗൻ ചെയ്ത അതിക്രമവും അറിയുന്ന ആൾക്കാരെന്താ പറയുക? ദുനിയാവിൽ 100 കൊല്ലം ജീവിച്ചാലും നന്നാവൂല. കാരണം അത്രമേൽ സത്യനിഷേധത്തിൻ്റെ ശക്തമായ സത്യനിഷേധത്തിൻ്റെ അടയാളമാണ്. അബൂജഹലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ ഫിർഔനാണ് ആര്? അബൂജഹൽ എന്നാണ്. അത്രക്കും വലിയ സത്യനിഷേധമാണ്. മക്കയിൽ കുറേ ആളുകളുണ്ടായിരുന്നു സത്യനിഷേധത്തിൽ തുടർന്നു പോയ ആളുകൾ. അള്ളാഹ് പറഞ്ഞില്ലേ എന്താണ്? സവാഉൻ അലൈഹിം അൻദർതഹും ലാ അം ലം തുൻദിറുഹും ഫഹും ലാ യുഅ്മിനൂൻ. സൂറത്ത് യാസീൻ നമുക്കറിയാം. റബ്ബ് പറയാണ് നബിയെ ഇനി അവരെ ഉപദേശിച്ചാലും ഇനി ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഇനി അവരെന്ത് ചെയ്യാൻ പോകുന്നില്ല? മുഅ്മിനീങ്ങളാകാൻ പോകുന്നില്ല. കാരണം അവരെ പറ്റി ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതാണ് റബ്ബ് പറയുന്നത് തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതിനെപ്പറ്റി അറിയുന്നവനാണ്. ഇവരിനി തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. കാരണം ഹൃദയങ്ങളുടെ അടിത്തട്ടുകളിൽ അവർ ഒളിപ്പിച്ചു വച്ചതിനറിയുന്നവൻ അള്ളാഹുവാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. മനസ്സിലായോ? ആ ആയത്തും അതിന് മുന്നേയും അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഗൈബിനെ സംബന്ധിച്ചറിയുന്നവൻ. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ, തീർച്ചയായും സ്വദർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചെസ്റ്റ് എന്നാണ്, നെഞ്ച് എന്നാണ്. ചില പണ്ഡിതന്മാരെ പറഞ്ഞത് ഹൃദയങ്ങൾ എന്നാണ്.
അല്ലേ? നെഞ്ചിൻകൂടുകൾക്കുള്ളിലുള്ള ഹൃദയങ്ങളിലുള്ളതിനറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. എന്നിട്ട് റബ്ബിനെ പറ്റി പറയാ, ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ്. അവനാണ് ജഅലക്കും നിങ്ങളെ അവനാക്കി. എങ്ങനെയാക്കി? ഖലായിഫ്. ഖലീഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പിൻഗാമി എന്നാണ് അർത്ഥം. ഖലീഫത്ത്, ഇവിടെ ഖലീഫത്തിൻ്റെ ജമ്മാണ് ശരിക്കും ഖലായിഫ്, പിൻ തലമുറക്കാരനാണ്. ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ വരും. മൂസാ നബിയുടെ കാലം കഴിഞ്ഞു, മൂസാ നബിയുടെ ജനതയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രവാചകനും തലമുറയും വന്നു. ഏറ്റവും അവസാനത്തെ തലമുറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണെന്നാണ്. അതായത് ഖലായിഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തലമുറ, കർണൻ ബഅദ കർൺ. എല്ലാ മുഫസ്സിറും, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബഗവി, എല്ലാ പ്രമുഖ മുഫസ്സിറുകളും അർത്ഥം പറഞ്ഞത് ഇതാണ്. ഖലായിഫ ഫിൽ അർദ് എന്ന ഭൂമിയിൽ പിൻതലമുറക്കാരാക്കി. അള്ളാഹ് നമ്മളെന്താക്കി? പിൻതലമുറക്കാരാക്കി. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു. ഇനി നമ്മുടെ തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ വരും, അല്ലേ? നമ്മുടെ മക്കൾ, പേരമക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ അള്ളാഹ് മനുഷ്യന്മാരെ പഠിച്ചത് അങ്ങനെയാണെന്നാണ്. ചില ആൾക്കാർ ഈ ഖലീഫ എന്നുള്ള വാക്കിനെ അള്ളാഹിൻ്റെ പ്രതിനിധിയാണോ നമ്മൾ? അള്ളാഹുവിൻ്റെ അള്ളാഹിൻ്റെ ഖലീഫ എന്നല്ല ഉദ്ദേശം. ചില ആളുകൾ അങ്ങനെ ഈ ഒരു ആയത്തിനെ എന്ത് ചെയ്യാറുണ്ട്? തെറ്റിദ്ധരിച്ചു പോവാറുണ്ട്. ഖലീഫത്തുള്ളല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ്, മർഹബം ബിക യാ ഖലീഫത്തല്ലാഹ്, സ്വാഗതം, അള്ളാഹിൻ്റെ ഖലീഫ, സ്വാഗതം എന്ന് പറഞ്ഞു. ഒരു സഹാബിയ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണ, ലാ ലസ്തു ഖലീഫത്തല്ലാഹ്, ഞാൻ അള്ളാഹിൻ്റെ ഖലീഫ അല്ല, ബൽ അന ഖലീഫത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ തിരുനബിയുടെ ഖലീഫയാണ്. വ അന റാളിൻ അൻ ദാലിക്, അങ്ങനെ പറയണേനാണ് എനിക്ക് തൃപ്തി. അള്ളാഹിൻ്റെ ഖലീഫ എന്ന് എന്നെ എന്ത് ചെയ്യണ്ട? വിളിക്കണ്ട. നേരെ മറിച്ച് അള്ളാഹു ഭൂമിയിലേക്ക് അവൻ്റെ അടിയാറുകളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തലമുറക്ക് ശേഷം ആദമിൻ്റെ പിൻതലമുറയാണ് അടുത്ത ഖലീഫ. മനുഷ്യ സന്തതികൾ ഓരോ പരമ്പരകളല്ലേ അള്ളാഹ് നമ്മളങ്ങനെ ആക്കിയത്. ഒരു വലിയ ദൃഷ്ടാന്താണ്. ഭൂമിയിൽ അള്ളാഹ് നമ്മളങ്ങനെ ആക്കി, തലമുറകളാക്കി അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു. എന്നിട്ട് റബ്ബ് പറയാൻ, ഫമൻ കഫറ ഫഅലൈഹി കുഫ്റുഹു, ഈ തലമുറകളിൽ അള്ളാഹു പടച്ച ഈ മനുഷ്യന്മാരിൽ ആരെങ്കിലും ഒരു നന്ദികേട് കാട്ടിയാൽ, കുഫർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ നന്ദികേട് എന്നർത്ഥമുണ്ട്, സത്യനിഷേധം എന്നർത്ഥമുണ്ട്. ആരെങ്കിലും ഒരു സത്യനിഷേധം കാണിച്ചാൽ ആ സത്യനിഷേധം അവൻ്റെ മേലാണ് ഭവിക്കുക. അല്ല, ഒരാൾ ഗാഫിറായാൽ അതിൻ്റെ ദുരന്തം ആർക്കാണ്? അവൻക്കാണ്. അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അള്ളാഹു പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ലോകത്തുള്ള ആളുകൾ മുഴുവൻ കുഫാറുകളായാലും അള്ളാഹുവിൻ്റെ രാജാധികാരത്തിൽ എന്തില്ല? ഒരു കുറവ് വരാൻ പോണില്ല. അള്ളാഹുവിനൊരു പ്രശ്നമില്ല. കുഫർ ആരാണോ ചെയ്തത് ആ കുഫർ അവൻ്റെ പെരടിക്കാണ്, അവൻ്റെ മേല. ഫഅലൈഹി കുഫ്റുഹു എന്ന് പറഞ്ഞു. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇൻദ റബ്ബിഹിം ഇല്ലാ മഖ്ത. ആ അർത്ഥം എങ്ങനെയാണ്? കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കുഫർ വർദ്ധിപ്പിച്ചാലും, ഒരു സഹാബിയാണ്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മക്കക്കാരെടുത്ത് വന്നിട്ട് വിശ്വസിക്കാൻ അല്ല സത്യനിഷേധത്തിൻ്റെ സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഉമ്മ സഅദ് ഇബ്നു അബി വക്കാസ് മുസ്ലിമായിട്ട് ഉമ്മാക്ക് ഇഷ്ടമല്ലേന്നു, അല്ലേ? ഉമ്മ എന്താ പറഞ്ഞത്? ഞാൻ ഇനി വെള്ളം കുടിക്കൂല, ഞാൻ വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കൂല, പട്ടിണി കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു. സത്യനിഷേധത്തിൻ്റെ ശക്തിയാണ് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് മുസ്ലിമായ മോൻ്റെ മുന്നിൽ. ഭയങ്കര സ്നേഹമായിരുന്നു സഅദ് ഇബ്നു അബി വക്കാസിന് ഉമ്മാനെ. പക്ഷേ റസൂലുള്ളാഹിന്റെ അടുത്ത് സങ്കടം പറയാം, റസൂലേ എൻ്റെ ഉമ്മ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. സത്യനിഷേധം ഓരോ ദിവസവും കൂടി വരികയാണ്, സിയാദ അങ്ങനെ വർദ്ധിക്കുകയാണെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്മകൾ ചെയ്യുക, ഉമ്മാക്ക് എല്ലാ സ്നേഹവും നന്മയും കൊടുക്കുക, പക്ഷേ സത്യനിഷേധം എന്ത് ചെയ്യാൻ പാടില്ല, ഉമ്മാനെ കുഫറിൻ്റെ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ ഈമാനുമായിട്ട് ഒരിക്കലും അള്ളാഹുവിനെ തള്ളി പറയൂല, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ താൻ നിഷേധിക്കൂല എന്നുള്ള ഉറപ്പിൽ തന്നെ ഉമ്മാൻ്റെ മുന്നിൽ വന്ന് പറയാണ്, ഉമ്മ നിങ്ങൾക്ക് 100 റൂഹ് ഉണ്ടായാലും, ഓരോ റൂഹിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കയറിപ്പോയാലും അത് മരിച്ചു പോയാലും എൻ്റെ ഇസ്ലാമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യൂല, ഒരു തരി പിൻവാങ്ങൂല എന്ന് പറഞ്ഞു. അഥവാ അവിടെ സത്യനിഷേധത്തിൻ്റെ ശക്തി കാണിച്ചപ്പോൾ ഇവിടെ ഈമാനിൻ്റെ ശക്തി ആര് പ്രകടിപ്പിച്ചു? സഅദ് ഇബ്നു അബി വക്കാസ് കാണിച്ചു. സത്യനിഷേധികൾ ഓരോ കൊല്ലം അവരുടെ നിഷേധത്തിൻ്റെ ശക്തി കാണും. നിങ്ങൾ എത്ര ആൾ വന്ന് ദഅവത്ത് ചെയ്താലും ഞാൻ വരൂല എന്ന് പറയും ചില ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൊല്ലം ദഅവത്ത് ചെയ്താലും നബിയെ പിൻപറ്റുന്നതിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു എന്നാണ്. ആ അവരുടെ നിഷേധം എത്ര കൂടിയാലും എന്താ അവിടെ വർദ്ധിക്കുന്നത്? ഇൻദ റബ്ബി ലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇൻദ റബ്ബിഹിം ഇല്ലാ മഖ്ത. ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അരികിൽ വർദ്ധിക്കുന്നത് മഖ്താണ്. ഇവർ നിഷേധം കാണിക്കുന്തോറും അള്ളാഹിൻ്റെ അടുത്ത് കൂടുന്നത് മഖ്താണ്. എന്താ മഖ്ത്ത്? ക്രോധം. മഖ്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രോധം, ഭയങ്കര ദേഷ്യ, ഈർഷത. 4 സ്ഥലത്താണ് ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചത്, മഖ്തൻ എന്ന വാക്ക്. ഒന്ന് സൂറത്ത് നിസാഇൽ,
സൂറത്ത് നിസായിൽ അള്ളാഹു പറയും മക്കത്ത്. ശരിക്കും ഗളബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപം എന്നർത്ഥമുണ്ടല്ലേ, ദേഷ്യം പിടിക്കുക. പക്ഷെ ഇവിടെ ഗളബല്ല അള്ളാഹ് ഉപയോഗിച്ചത്, മക്തന്നാൻ. മക്കത്ത് നമുക്ക് അറിയണ ഒരു ആയത്തുണ്ടാവും, കബറ മക്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അത് സൂറത്ത് സൊഫിലെ 3-ാമത്തെ ആയത്ത്. പിന്നെ ഒരു ആയത്തുള്ളത് ഇതാണ്, അതായത് സൂറത്ത് നിസായിൽ 22-ാമത്തെ ആയത്ത്, ലാ തൻകിഹു മാ നക്കഹ ആബാഉക്കും. നിങ്ങളെ വാപ്പാര് കല്യാണം കഴിച്ചതിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അറിയാം, ഉപ്പ കല്യാണം കഴിച്ച് പിന്നെ ആ ഉപ്പ കല്യാണം കഴിച്ച് ആ ഉപ്പനി ആ സ്ത്രീയെ തലാക്ക് ചെയ്താൽ, വേറൊരാളെ വിവാഹം ചെയ്ത് തലാക്ക് ചെയ്താൽ മോനെ എന്ത് ചെയ്യാൻ പാടില്ല, ആ സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ല. ഇല്ല മാ ഖദ് സലഫ് എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ അങ്ങനെ പറയാം. ഇനി അങ്ങനെ ആരെങ്കിലും വാപ്പ കല്യാണം കഴിച്ച ഒരു സ്ത്രീ ആരെങ്കിലും വിവാഹം ചെയ്താൽ ഇന്നഹു കാന ഫാഹിഷതൻ വ മഖ്തൻ വസാഅ സബീല. റബ്ബ് പറഞ്ഞു അത് മ്ലേച്ഛതയാൻ. മഖ്തൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്നതാണ്. വസാഅ സബീല മോശമായ മാർഗമാണെന്ന് പറഞ്ഞു. സൂറത്ത് നിസായിലെ 22. ഒന്ന് അവിടെ പറഞ്ഞു, ഒന്ന് സൊഫിലും പറഞ്ഞു. പിന്നെ ഒന്നാൾ പറഞ്ഞു സൂറത്ത് ഗാഫിറിലാണ് 35-ാമത്തെ ആയത്ത്. സൂറത്ത് ഗാഫിറിൻ്റെ 35-ാമത്തെ ആയത്ത്. അവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ, അല്ലെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ട് ചില ആൾക്കാർ നിഷേധിക്കും, ചില ആൾക്കാർ അതിനെങ്ങനെ ജഡ്ജ് ചെയ്യും, ചില ആളുകൾ അതിനെ അപഗ്രഥിച്ചിട്ട് സത്യനിഷേധത്തിൽ ആരെങ്കിലും അങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട്, മക്തുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവിടെ ഫിറൗന് ഹാമാനെ വിളിച്ചിട്ട് പറയുന്നത്, ഹാമാനെ ഒരു കോണി കൊണ്ടാ എവിടേക്ക് ആകാശത്തേക്ക് എൻ്റെ ഒരു ബിൽഡിങ് പണിയ്, ലാലി അത്വലിയു ഇലാ ഇലാഹി മൂസ. വലിയൊരു സൗദം കെട്ടിക്കൊണ്ട ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിറൗൻ്റെ മന്ത്രിയായിരുന്നു. ഈ ആയത്തിൻ്റെ ശേഷം റബ്ബ് പറയാം, ഏറ്റവും അള്ളാഹുവിന് ദേഷ്യം തോന്നിയ രണ്ടാൾക്കാർ, ഒന്ന് ഫിറൗനും ഹാമാനുമാണ്. അതുകൊണ്ടല്ലേ ഫിറൗവിനെ അള്ളാഹ് ശിക്ഷിക്കുന്ന രീതി അള്ളാഹ് പറഞ്ഞില്ലേ, രാവും പകലും നരകം അവൻ്റെ ബർസഖിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. കാരണം അത് അവിടെ പരിഹസിക്കാൻ ഒരു വലിയ സൗദം ആകാശം മുട്ടെ കെട്ടിക്കൊണ്ടാ ഞാൻ അവിടെ പോയിട്ടൊന്ന് അള്ളാനെ നോക്കട്ടെ, ആരല്ലാനെ, മൂസയുടെ ഇലാഹിനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പരിഹസിച്ചവനാണ്. അവിടെ റബ്ബ് ഉപയോഗിച്ച വാക്കും മക്കത്തൻ എന്നാണ്. അത്രക്കും ദേഷ്യം പിടിക്കുന്നതാണ്. ഇവിടെ പിന്നെ അള്ളാഹ് ഉപയോഗിച്ചത് അതാണ്, സത്യനിഷേധം കാണിച്ചു ഒരാൾ നിഷേധം തുടരുന്നിടത്തോളം അള്ളാഹിൻ്റെ അടുത്ത് എന്തേ ഉണ്ടാവുള്ളൂ, മക്കത്തെ കൂടുള്ളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് ദേഷ്യം കൂടും. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇല്ലാ ഖസാറ. നമ്മൾ അവസാനിപ്പിക്കാൻ, വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇല്ലാ ഖസാറ. സത്യനിഷേധികൾക്ക് നഷ്ടമല്ലാതെ വേറൊന്നും അധികരിക്കൂല. അവർ കുഫർ ഏറുന്തോറും നഷ്ടവും ഏറിക്കൊണ്ടിരിക്കും. പരമാവധി അള്ളാഹുവിൻ്റെ കഴിവുകളെയും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെയും നിഷേധിക്കുന്നിടത്തോളം ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഖസാർ. എന്താ ഖസാർ? നമ്മളെ ഖസാറാക്കിയെന്നറിയും അല്ലേ. ഖസാറ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഖസിറ ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നഷ്ടമാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. വ്യക്തമായ നഷ്ടമെന്ന് പറയുന്നത് സത്യനിഷേധം കൊണ്ടുണ്ടാവുന്ന നഷ്ടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അല്ലേ. എന്നാൽ സത്യനിഷേധമല്ല, സത്യവിശ്വാസമാണോ? ലാഭമാണ്. അതല്ല അതിൻ്റെ ഓപ്പോസിറ്റ്, ലാഭമാണ്. സത്യനിഷേധം നഷ്ടമാണെങ്കിൽ സത്യവിശ്വാസം ലാഭമാണ്. ഈമാൻ ഒരു തരി ഉണ്ടായാൽ മതി, സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിൻ്റെ വർധനവ് ഖുർആൻ പാരായണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെയാണ്. അതിൻ്റെ വിശദീകരണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയാണ്. അള്ളാഹു ഏറ്റവും നല്ല ശക്തമായ ഈമാനുള്ള സൗഭാഗ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വിശ്വാസം, അറിവ് വർദ്ധിക്കുന്തോറും അല്ലേ, ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഓരോ ആയത്തും ആ ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കുമ്പോഴാണ് ഖുർആൻ്റെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഓരോ ആയത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഖുർആൻ എന്ന മഹാ അത്ഭുതം എന്ന കലവറയിലേക്ക് നമുക്ക് കൂടുതൽ ഇഷ്ടവും ആഗ്രഹവും വീണ്ടും തോന്നി തുടങ്ങുക. ഇതൊരു വലിയ മുഅ്ജിസത്താണ്. ഈ മുഅ്ജിസത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുന്ന, ഇതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ, ഇതിൻ്റെ അത്ഭുതങ്ങളിലൂടെ ഈമാനും അമലുകളുമൊക്കെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹുവെ മാറ്റിത്തരണേ അല്ലെ. പല ബുദ്ധിമുട്ടുകളിലെ ആളുകളുണ്ടാവും, അസുഖമൊക്കെ കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ അറുതിയും നൽകുമാറാവട്ടെ. അള്ളാഹു നീ അവർക്ക് ആശ്വാസം നൽകണേ, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം ചെയ്യണേ. അള്ളാഹുവെ ഞങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ അള്ളാഹു നീ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ. അള്ളാഹു ഞങ്ങളുടെ ആരോഗ്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ. എല്ലാവിധ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബെ നീ റഹ്മത്ത് ചൊരിയണേ, മഗ്ഫിറത്ത് നൽകണേ. അള്ളാഹു നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരുടെ ഖബറിടങ്ങൾ റബ്ബെ നീ വിശാലമാക്കണേ.
അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.